ഒരുപാട് ക്ഷേത്രങ്ങളിൽ ആന ഇടയുന്ന വീഡിയോസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പൊ ഏറ്റവും അടുത്ത് നടന്നത് കണ്ണാടിപ്പുറം അമ്പലത്തിലാണ്. കണ്ണൂർ കണ്ണാടിപ്പുറം അമ്പലത്തിൽ ആന ഇടയുന്നു, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തല്ലി തകർക്കുന്നു, കാറ് തല്ലി തകർക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിൽ നമ്മുടെ കേരളത്തിലുള്ള എത്ര ജില്ലകളുണ്ട്, നമ്മുടെ 14 ജില്ലകളിലുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ആനയടയുന്ന വീഡിയോസ് നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലുള്ള സംഭവങ്ങളിൽ ഒറിജിനൽ ആയിട്ടുള്ള ആനയെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ അത്രത്തോളം ഞാനുമായിട്ട് യോജിക്കുന്ന അറിയില്ല. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആനയെ ഇതുപോലുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാല് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ ജീവൻ അത് ഭീഷണിയാവുന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ കാര്യം ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. അതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാല് റോബോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള യന്ത്രങ്ങളായിട്ടുള്ള ആനകൾ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് വിപണിയിൽ. അത്തരത്തിലുള്ള റോബോട്ടുകളെ കൊണ്ടുവരിക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഒരിക്കലും ജീവനുള്ള ഇതുപോലുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആനകളെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാല് ഒരു ആന എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൂഹ ജീവിയാണ്. അപ്പൊ അതിനെ വാരിക്കുഴി വെച്ച് പിടിച്ച് അതിനെ കൂട്ടാനായിട്ട് കൂടി നടക്കുന്ന അതിന്റെ ഒരു കൂട്ടത്തിന് തെറ്റിച്ച് വാരിക്കുഴി വെച്ച് പിടിച്ച് ഇനി അത് കഴിഞ്ഞിട്ടും ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. അതായത് ട്രെയിനിങ്ങിന് തന്നെ അതിന് ഒരുപാട് കഷ്ടങ്ങളാണ്. അതായത് അതിനെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതെന്തെങ്കിലും പറഞ്ഞിട്ട് കേൾക്കാതെ വരുമ്പോൾ അതിന് തരത്തിലുള്ള പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കറക്റ്റായിട്ട് അവർ പുറത്ത് പറയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആന എഴുന്നള്ളിപ്പിനെ അവരെ കൊണ്ടുവരുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് വർക്കിംഗ് ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പീഡനത്തിനാണ് അതിനെ ഇരയാക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാല് ഇത്തരത്തിൽ പീഡനം സഹിച്ചുകൊണ്ടാണ് ഒരു ആന എന്ന് പറയുന്ന സംഭവം നാട്ടിലോട്ടെത്തി അമ്പലങ്ങളിൽ തിടമ്പേറ്റാൻ വേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെണ്ടമേളം, അതുപോലെ തന്നെ ആൾക്കാരുടെ ബഹളം, അതുപോലെ തന്നെ നടക്കാതെയൊക്കെ വരുമ്പോ ഇതുപോലുള്ള പാപ്പന്മാരുടെ സ്പൈക്ക് കൊണ്ടുള്ള ഈ തോട്ടി കൊണ്ടുള്ള കുത്തല്, അപ്പൊ ഇതൊക്കെ സഹിക്കാൻ വയ്യാതെയാണ് ഇതിനെ എന്ത് പറ്റുന്നത്, ഒരു പ്രശ്നം പറ്റുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ജീവിക്കായാലും അതിൻ്റെതായിട്ടുള്ള ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ക്ഷമിക്കും. പിന്നെ എന്താ പറയാ, ക്ഷമ നശിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റുന്നത്. ഇതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരിപാടികൾക്ക് ആനയെ വരുത്തിക്കാൻ പാടില്ല, റോബോട്ട് ആനയെ കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഏതായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യും. ഞാൻ തീർത്തും പറയുന്നു, അമ്പല പരിപാടിക്ക് ഇതുപോലെ ഉത്സവ പരിപാടികൾക്കൊന്നും തന്നെ ആൾക്കാർ ഇതുപോലെ കൂടുന്ന പരിപാടികൾക്ക് ഒരു കാരണവശാലും ആനയെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യും.